വരാം. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഏറെ നാളുകളായി തന്നെ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലേക്ക് വേദനിപ്പിക്കുന്ന വിവരം വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈസ്റ്റർ സന്ദേശം അദ്ദേഹത്തിന്റെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാർഷൽ, കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈസ്റ്റർ ദിന സന്ദേശം ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. തീർച്ചയായും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പയുടെ കാലം ഇത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്ന സമയം മുതൽ തന്നെ ലോകം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥനകൾ വിപുലമായിരിക്കുന്നു. ഉയർപ്പിൻ്റെ തിരുനാളിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നിട്ടുള്ളത്. അസുഖബാധിതനായതിനാൽ തന്നെ അദ്ദേഹത്തിന് തുടർന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ദൈവീയ ശുശ്രൂഷകൾ നടത്തുന്നതിന് സാധിച്ചിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം മടങ്ങി വരികയും അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അസുഖബാധിതനായി അദ്ദേഹം വിടവാങ്ങുകയും ചെയ്തിട്ടുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകം മുഴുവൻ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെയുള്ള മാർപ്പാപ്പകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ രീതിയിലേക്ക് പ്രവർത്തിക്കുകയും അതുമാത്രമല്ല ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നതിലൂടെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ആധുനിക ലോകം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയത്. വിശ്വാസ സമൂഹത്തിന് അപ്പുറത്തേക്ക് പുരോഗമന ലോകത്തിന് കൂടി സ്വീകാര്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ആളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 89-ാം വയസ്സിലെ വിയോഗം ഒരുപക്ഷെ ലോക സമാധാനത്തിൽ ഏറ്റവും കൂടുതൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അസുഖം ബാധിച്ചതിന് ശേഷവും അദ്ദേഹം തുടർച്ചയായി തൻ്റെ ജോലി തുറന്നുകൊണ്ടിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സുഖമില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് ഒരു ശ്വാസകോശം മാത്രം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മാർപ്പാപ്പ എന്നുള്ളതാണ്. അതുപോലെ അനാരോഗ്യം അദ്ദേഹത്തെ തളർത്തുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈദിക വേദിയിലേക്ക് എത്തുന്നത്. ഈശോസഭയിലൂടെ വന്ന് വൈദിക വൃത്തിയിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് ഓരോ കാലങ്ങളിലും ദൈവദാസനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് വരികയും അങ്ങനെ മാർപ്പാപ്പ എന്ന അതുല്യമായ പദവിയിലേക്ക് 16-ാമൻ കാലം ഒഴിയുന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് എത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വാഭാവികമായിട്ടും പാവങ്ങൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയുമാണ് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുന്നത് എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ രീതിയിലുള്ള മാർപ്പാപ്പയെ പോലെയല്ല, പുരോഗമനത്തിൻ്റെ ഒരു പോപ്പായിട്ട് തന്നെ അദ്ദേഹത്തെ അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ ഞെട്ടലോടുകൂടിയാണ് ഇപ്പോൾ ലോകം കേൾക്കുന്നത്.